ഡിയർ ഫ്രണ്ട്സ്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം കുറിച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 37. അടുത്തത്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടത് ആരാണ്? ഉത്തരം, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞരും ഫരിസേയരും. അടുത്തത്, ആരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല? ഉത്തരം, പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച്. ആരാണ് പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുകയില്ലാത്തത്? ഉത്തരം, യഹൂദരും ഫരിസേയരും. അടുത്തത്, അവർ മറ്റു പല പാരമ്പര്യങ്ങളും അനുഷ്ഠിച്ചു പോന്നു. ആ പാരമ്പര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം. അടുത്തത്, യേശുവിൻ്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? ഇത് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം, ഫരിസേയരും നിയമജ്ഞരും. അടുത്തത്, യേശു കപടനാട്യക്കാരെ എന്ന് വിളിച്ചത് ആരെയാണ്? ഉത്തരം, ഫരിസേയരെയും നിയമജ്ഞരെയും. അടുത്തത്, കപടനാട്യക്കാരായ ഫരിസേയരെയും നിയമജ്ഞരെയും കുറിച്ച് ഏതു പ്രവാചകനാണ് പ്രവചിച്ചിരിക്കുന്നത്? ഉത്തരം, യേശയ്യാ പ്രവാചകൻ. അടുത്തത്, കപടനാട്യക്കാരായ ഫരിസേയരെയും നിയമജ്ഞരെയും കുറിച്ച് യേശയ്യാ എന്താണ് പ്രവചിച്ചത്? ഉത്തരം, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത്, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം എന്ത് അവഗണിക്കുന്നു? ഉത്തരം, ദൈവകൽപ്പന. ഫരിസേയരെയും നിയമജ്ഞരെയും കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവരാണ് പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നത്. അടുത്തത്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അധ്യായവും വാക്യവും. ഉത്തരം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 10-ാം വാക്യം. അടുത്തത്, ഖുർബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം, വഴിപാട്. അടുത്തത്, നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി എന്താണ് നിങ്ങൾ നിരർത്ഥകമാക്കുന്നത്? ഉത്തരം, ദൈവവചനം. അടുത്തത്, ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്താണ്? ഉത്തരം, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അടുത്തത്, യേശു ജനങ്ങളെ വിട്ട് എവിടെ എത്തിയപ്പോഴാണ് ഉപമകളെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചത്? ഉത്തരം, ഭവനത്തിലെത്തിയപ്പോൾ. അടുത്തത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിന്മകൾ ഏതൊക്കെയാണ്? ഉത്തരം, ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇവയെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിന്മകളാണ്. ഈ തിന്മകളെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അടുത്തത്, യേശു ഏത് നഗരത്തിൽ വെച്ചാണ് സീറോ-ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകളെ സുഖമാക്കിയത്? ഉത്തരം, ടയർ എന്ന പ്രദേശത്ത് വച്ചാണ്. യേശു ടയർ എന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചു. ആ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ യേശു എന്താണ് ആഗ്രഹിച്ചത്? ഉത്തരം, തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അടുത്തത്, സീറോ-ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ആ സ്ത്രീ ഏത് രാജ്യക്കാരിയായിരുന്നു? ഉത്തരം, ഗ്രീക്കുകാരിയായിരുന്നു. അടുത്തത്, അവൾ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം, തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. അടുത്തത്, യേശു അവളോട് എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. ഇതിൽ മക്കൾ എന്നുദ്ദേശിച്ചത് ഇസ്രായേൽ മക്കളെയാണ്. അടുത്തത്, സീറോ-ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീ യേശുവിനോട് എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം, കർത്താവേ, അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അടുത്തത്,
ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. യേശു എന്തു പറഞ്ഞപ്പോഴാണ് സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ആ സ്ത്രീയോട് ഇത് പറഞ്ഞത്? ഉത്തരം: അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. ആ സ്ത്രീ ഈ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് യേശു അവളുടെ കൊച്ചുമകളെ സുഖപ്പെടുത്തിയത്. അടുത്തത്: യേശു ടൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ഏത് പ്രദേശത്തു കൂടിയാണ് ഗലീലി കടൽ തീരത്തേക്ക് പോയത്? ഉത്തരം: ദെക്കാപോളിസ് പ്രദേശത്തുകൂടെ. അടുത്തത്: ബധിരനായ ഒരു മനുഷ്യൻ യേശുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം: അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ആ മനുഷ്യൻ യേശുവിനോട് ആവശ്യപ്പെട്ടു. അടുത്തത്: യേശു ബധിരനും സംസാരത്തിന് തടസ്സവുമുണ്ടായിരുന്ന അവനെ എന്താണ് ആദ്യം ചെയ്തത്? ഉത്തരം: യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. അടുത്തത്: എഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തുറക്കപ്പെടട്ടെ. യേശു എന്തു പറഞ്ഞപ്പോഴാണ് ആ ബധിരന് സുഖമാക്കപ്പെട്ടത്? ബധിരൻ. ഉത്തരം: യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. യേശു എന്താണ് അവനോട് വിലക്കിയത്? ഉത്തരം: ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു അവരെ വിലക്കി. അടുത്തത്: പക്ഷേ അവർ എന്താണ് ചെയ്തത്? ഉത്തരം: എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അടുത്തത്: മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിന് സമാനമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പഴയ നിയമ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ് സമാനമായിട്ടുള്ളത്? ഉത്തരം: പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, 21-ാം അധ്യായം 17-ാം വാക്യം, ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം, നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യം. ആദ്യം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. ഇതിന് സമാനമായിട്ടുള്ള പുറപ്പാട് പുസ്തകം 20:12 വായിക്കാം. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യമാണ്. അതിന് സമാനമായ പുറപ്പാടിൻ്റെ പുസ്തകം 20:12 വായിക്കാം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അടുത്ത സമാനമായ പുറപ്പാടിൻ്റെ പുസ്തകം 21:17 വായിക്കാം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. അടുത്തത് ലേവ്യരുടെ പുസ്തകം സമാനമായിട്ടുള്ളത് വായിക്കാം. ലേവ്യരുടെ പുസ്തകം 20:9. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ. അടുത്തത് നിയമാവർത്തന പുസ്തകം 5:16 വായിക്കാം. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അടുത്തത് പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം. ഈ വിഷയം മർക്കോസിൻ്റെ സുവിശേഷം കൂടാതെ വേറെ ഏത് സുവിശേഷത്തിലാണ് ഉള്ളത്? ഉത്തരം: മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ. അടുത്തത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം കൂടാതെ വേറെ ഏത് സുവിശേഷത്തിലാണ് ഉള്ളത്? ഉത്തരം: മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അടുത്തത് സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. ഇത് വേറെ ഏത് സുവിശേഷത്തിലാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം: മത്തായിയുടെ സുവിശേഷം 15, 21 മുതൽ 28 വരെയുള്ള വചനങ്ങളിലാണ്. അതിൽ കാനാൻകാരി സ്ത്രീ എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ടൈർ എന്ന പ്രദേശത്ത് പ്രവേശിച്ച കാര്യമാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ
യേശു അവിടെ നിന്ന് പുറപ്പെട്ട ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ എത്തിയെന്നാണ് വിവരിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ കാനാൻകാരി സ്ത്രീ എന്നാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരി എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. ബധിരനെ സുഖപ്പെടുത്തുന്ന സംഭവം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് വിവരിച്ചിരിക്കുന്നത്. വേറെ ഒരു സുവിശേഷങ്ങളിലും ഇത് വിവരിച്ചിട്ടില്ല. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെയാണ് യേശു സുഖപ്പെടുത്തിയതായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. വേറെ മറ്റ് സുവിശേഷങ്ങളിൽ ഒന്നും ഇത് വിവരിച്ചിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.